ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടുത്തെ ചെറിയ വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ രാവിലെ നെയ്ച്ച് ദോശയൊക്കെ കഴിക്കൽ തുടങ്ങി. നല്ല ചൂടോടെ ദോശയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ച് കണ്ട് അങ്ങനെ മുറിഞ്ഞ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീമനെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കാട്ടി കൂട്ടാതെ അവൾ തിന്നൂല. അപ്പോൾ വെറുതെ ഓരോരോ തമാശക്ക് ഇങ്ങനെ കാട്ടിക്കൂട്ടും. അപ്പോൾ എൻ്റെ കുട്ടീനെ ഞാൻ അന്ന് അംഗൻവാടി കൊണ്ടുപോകുകയാണ്. അംഗൻവാടി ഞങ്ങൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ കൂലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിക്കുന്നുണ്ടോ. ഇനി എന്താണ് കുറച്ച് മേക്കപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കണം. മേക്കപ്പ് പറഞ്ഞാൽ വെറും കൺമഷി പൗഡർ മാത്രം, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് കൺമഷിയൊക്കെ ഇട്ടെടുക്കണം. കുറച്ച് കൺമഷിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് സുന്ദരിയാക്കണം. ഇന്നലെ ടീച്ചർ പറഞ്ഞ് ഇന്നലെ അവളെ കൊണ്ടുപോയി ഞാൻ. അപ്പോൾ ടീച്ചർ പറഞ്ഞ് താടിൻ്റെ അടിയിൽ ഒരു കുത്തിട്ട് കൊടുക്കൂടെ, അത് മോഡലാണ്, ഇപ്പോൾ ഫാഷനായിട്ട് വന്നിക്കണ് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടുകൊണ്ട് കൊണ്ടുവന്ന് നിന്ന്. പിന്നെ ഞാൻ അവർക്ക് അവളും ഒരു കുത്തിട്ട് കൊടുത്ത്. കഴിഞ്ഞ് പോയ ഫാഷനൊക്കെ ഇപ്പോൾ ഫാഷനാന്ന് പറഞ്ഞ് ആളെ പഠിക്കുന്നു. ഞാൻ പൗഡറൊക്കെ ഇട്ട് സുന്ദരിയാക്കിയിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ പോയിക്കണ്. ഇന്നലെ ഞങ്ങൾ അംഗൻവാടിക്ക് പോയിനി. അപ്പോൾ പിന്നെ സിമക്ക് ഇന്നും പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓളെ ഇഷ്ടപ്രകാരം അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പോൾ ശരിക്കും പോകാനൊന്നും ആയിട്ടില്ല. അവളെ പ്രവേശന ഉത്സവമൊന്നും ദിവസമൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ ദിവസം ശരിക്കും ഒന്ന് കൊണ്ടുപോയി ചേർത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പോയി ശീലമായാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല വിചാരിച്ചിട്ട് അങ്ങനെ അവളെ ഒരുക്കി കൊണ്ടുപോവുകയാണ്. ഒന്നാമത്തെ പെരയിൽ ആരും ഇല്ലാത്തേക്കാരൊക്കെ അംഗൻവാടിയിൽ കുട്ടികളുണ്ട്. അപ്പോൾ ഓലെ കൂടെ കളിക്കും. ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരുങ്ങി പോണത്. അങ്ങനെ ഒരുക്കി കൊടുത്തപ്പോൾ ഉറങ്ങി നീച്ചോലെ മാതിരിക്ക് അപ്പോഴും മുഖം നല്ല കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായി നിൽക്കുകയാണുള്ളൂ. നാലുള്ള മുഖം കണ്ടില്ല, എന്തൊക്കെ ഒരു ഉറങ്ങി നീച്ചോലെ മാതിരിക്ക്. അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. മുടിയൊക്കെ കെട്ടി ബെൽറ്റ് എന്താണ് ഇങ്ങനെയൊക്കെ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഷീമ സുന്ദരിക്കുന്നു. അപ്പം ഷീമ സുന്ദരിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞങ്ങൾ അംഗൻവാടിക്കൊക്കെ വന്ന് അംഗൻവാടിയിൽ ഷീമ കയറി ഇരുന്നപ്പോൾ കുട്ടികളൊക്കെ എത്തിയിരിക്കണം. ഞങ്ങൾ ചെറുതായിട്ട് നിരമ്പി കുട്ടികളൊക്കെ എത്തി. ഓരോ അമ്മമാരൊക്കെ വേറെ അടങ്ങി നിൽക്കണം കുട്ടികളെ ഏൽപ്പിച്ച് പോകുന്നു, കുട്ടീനെ നോക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ടീച്ചർ നീട്ടിച്ചങ്ങാണ്ട് എല്ലാവരും ഒന്ന് ഉഷാറാക്കിച്ചാണ്. ഷീമ ഉഷാറൊന്നും ആയിട്ടില്ല, ആവും എന്നാ കുറച്ചുകൂടി കഴിയട്ടെ. ദൈവമേ നീ തെളിയുകെന്ന് ജീവിതങ്ങളുണർന്നിടാൻ പൂർവദിക്കിനുയർന്നിടുന്ന പൂർവശോഭയിൽ മുങ്ങിടാൻ വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങനെ അവിടുത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ടീച്ചർമാർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തട്ടി ഓർക്ക് കളിക്കാറില്ല കളിക്കോപ്പാളൊക്കെ. അപ്പോൾ കുട്ടികളവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചാണ്. ഓളും അപ്പൂസും ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. ബാക്കി കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഓരോ ഓരോരോ സാധനം എടുത്ത് ഇങ്ങനെ പോയിക്കണം അമ്മമാരത്തേക്ക്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പ്രാർത്ഥനയ്ക്കൊന്നും ഓള് വല്ലാതെ നിൽക്കണമൊന്നുമില്ല. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ശരിയാവുമായിക്കാരം. അങ്ങനെ പോയി ശരിയാവുമായിക്കാരം. ഇപ്പോൾ 2 വട്ടമല്ലേ പോയിട്ടുള്ളൂ. പക്ഷെ ഓളവിടെ ഇരുന്നിട്ട് എനിക്കാണ് ഇടങ്ങാറ്. എന്നോട് ടീച്ചർ അറിഞ്ഞിട്ട് പോയിക്കോ, കുട്ടി പടങ്ങിയിരിക്കുന്നുണ്ട്, പോയിക്കോ അറിഞ്ഞ് ഞാൻ അങ്ങോട്ട് ആട്ടിയിട്ട് വാതിലൊക്കെ അടച്ച്. ഞാൻ പിന്നെ കുറേ നേരം അവിടെ ഒളിഞ്ഞൊക്കെ നോക്കും. പുറത്തൊക്കെ പോയി കണ്ട് പിന്നെ ഞാൻ കാണുന്നില്ല അവിടുന്ന്. അപ്പോൾ പിന്നെ ഞാൻ പോന്നു. ഓള് കളിച്ചല്ലേ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പെരേക്കട് പോന്നു. അപ്പോൾ ഇതാണ് ഷിമൻ്റെ അംഗൻവാടി വ്ളോഗ്. അപ്പോൾ ചെറിയൊരു വ്ളോഗാക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.